സന്ദീപ് വാര്യർ SDPI പിന്തുണ വേണ്ട എന്ന ഔദ്യോഗികമായി തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. നിലപാട് അല്ല, ഈ നിലപാട് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് 48 മണിക്കൂർ സമയം വേണ്ടി വന്നത്? കേരളത്തിൽ വ്യാപകമായി പൊതുസമൂഹത്തിന്റെ ഭാഗം ഭീകരവാദികളായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ എതിർപ്പ് വരേണ്ടി വന്നേലേ. അത് മാത്രമല്ല, ഇവിടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല. MMS ഉൾപ്പെടെയുള്ളവർ, സതീശൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വോട്ട് നിങ്ങൾ ചെയ്തോ, പരസ്യമായിട്ടുള്ള പിന്തുണ വേണ്ട എന്ന് മാത്രമേ ഇപ്പൊ അവർ അർത്ഥമാക്കുന്നുള്ളൂ. ഇത് വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വവും പോപ്പുലർ ഫ്രണ്ടും തമ്മിലൊരു അന്തർധാരയുണ്ട്. അവർ തമ്മിലൊരു രഹസ്യ ഡീൽ നടന്നിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനുള്ള പ്രക്ഷോഭത്തിൽ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കാനുള്ള പരിശ്രമങ്ങളിൽ കോൺഗ്രസിന്റെ പിന്തുണ കിട്ടും എന്നുള്ളതാണ് ആ രഹസ്യ ഡീൽ. അതിനുവേണ്ടിയാണ് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിലെ പൊതുസമൂഹം ഇതിന് കോൺഗ്രസിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ 2018 തന്നെ SDPIയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടായിരുന്നായി അവർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. നേമത്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടുത്തെ LDFും UDFും ആയിട്ടൊക്കെ തരാതരം സഖ്യം ചേരുകയും അവരെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് SDPIക്കാർ, പോപ്പുലർ ഫണ്ടുകാർ എന്ന് പറയുന്നത് ഭീകര പ്രവർത്തകരാണ്, ഭീകര സംഘടനയാണ്, രാജ്യം നിരോധിച്ച സംഘടന എന്നതിലേക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് ആദ്യമേ പറയാനുള്ള ആർജവം ഇവർ കാണിച്ചില്ല. വലിയ ബഹുജന രോഷം, പ്രത്യേകിച്ച് ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ രോഷം അണപൊട്ടി ഒഴുകിയപ്പോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇപ്പോൾ പുതിയ അടവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുണ്ടാക്കിയ ഡീൽ പൊതുജനങ്ങൾ മനസ്സിലാക്കാതെ പോകുമെന്ന് സതീശൻ കരുതണ്ട. ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പതാക വിവാദം അടക്കമുള്ള കാര്യങ്ങളിൽ BJPയും മുഖ്യമന്ത്രിയും ഒക്കെ ചങ്ങാതിമാരായി എന്ന് പറഞ്ഞിട്ടുണ്ട്. BJP ഉയർത്തിയ വാദങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കൂടുതലും സമയം കണ്ടെത്തിയത് അതിനുമായിരുന്നു. സതീശന് നാണമുണ്ടോ? ആ സ്വന്തം പാർട്ടിയുടെ കൊടി, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് പങ്കെടുക്കുന്ന റോഡ് ഷോയിൽ ഉയർത്തരുത്, അതുപോലെ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തരുത് എന്നൊക്കെ പറയുമ്പോ സ്വന്തം കൊടി പോലും സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഇവർക്ക് എന്തിനാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്? സ്വന്തം കൊടി പോലും രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണം ഭയന്ന് ആ കൊടി മുടക്കി പോക്കറ്റിൽ ആളായി തിരികിയിട്ട സതീശന് എങ്ങനെയാണ് ഈ രാജ്യത്ത് BJP എതിർക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുക? അപ്പൊ BJP എതിർക്കാൻ ഇവർക്ക് സാധിക്കില്ല, BJPയെ പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കില്ല എന്നുള്ള വ്യക്തമാണ്. BJPയുടെ നറേറ്റീവിനെ മറികടക്കാനാണ് എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. സതീശൻ വാസ്തവത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരോടും കോൺഗ്രസിന്റെ പൂർവ്വ പ്രവർത്തകരോടൊക്കെ ക്ഷമ പറയുകയാണ് വേണ്ടത്. കോൺഗ്രസിന്റെ കൊടിയല്ലേ കൊണ്ടുപോയി പണയം വെച്ചത്? ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും UDFന്റെ പരിപാടിയിൽ ഉയർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പരിപാടി നിർത്തി വേറെ വല്ല പണിക്കും പോയാൽ പോരെ? ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് അവന്റെ പാർട്ടിയുടെ പതാകയാണ്. ഒരു BJP പ്രവർത്തകനെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്, അവന്റെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ആ കൊടി ഉയർത്തുമ്പോഴാണ്. ഇന്ന് വയനാട്ടിൽ നടന്ന NDAയുടെ റോഡ് ഷോയിൽ ഞങ്ങളുടെ മുഴുവൻ കക്ഷികളുടെയും കൊടി തോരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. BJPയുടെയും BDJPയുടെയും ഒക്കെ